മൂന്നിലൊരാൾക്ക് പാർശ്വഫലം. കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പ്രശ്നമെന്ന് പഠനം. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പാർശ്വഫലമുണ്ടെന്ന് റിപ്പോർട്ട്. കോവാക്സിൻ എടുത്ത മൂന്നിലൊരാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പഠന റിപ്പോർട്ട്. ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. 2022 ജനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയായിരുന്നു പഠനം. മുതിർന്നവരിൽ 4 പേർ മരിച്ചു. ഈ 4 പേരും പ്രമേഹബാധിതരായിരുന്നു. 3 പേർക്ക് ഹൈപ്പർ ടെൻഷനും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വേച്ഛാധിപത്യ ഭരണം, മുസ്ലിം എന്നീ വാക്കുകൾ പാടില്ല. ഇടതു നേതാക്കളുടെ പ്രസംഗത്തിന് ദൂരദർശന്റെ സെൻസർ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുടെയും പ്രസംഗത്തിൽ ഏതാനും വാക്കുകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ച് ദൂരദർശനും ആകാശവാണിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ അനുവദിച്ച സമയത്തിലെ പ്രസംഗത്തിലെ ഏതാനും പദങ്ങൾ ഒഴിവാക്കാനാണ് ഇരുവരോടും ആവശ്യപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖം മുതൽ ബാലരാമപുരം വരെ 10.7 കിലോമീറ്റർ ഭൂഗർഭ തീവണ്ടിപ്പാതയ്ക്ക് DPRന്റെ അംഗീകാരമായി. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തീവണ്ടിപ്പാതയുടെ പദ്ധതിക്ക് DPR അംഗീകാരമായി. ചരക്കുനീക്കത്തിന് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10.7 കിലോമീറ്റർ ദൂരം വരുന്ന തീവണ്ടിപ്പാതയ്ക്കാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു അധ്യക്ഷനായ സമിതി അംഗീകാരം നൽകിയത്. 4 വയസ്സുകാരിയുടെ കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ. ചികിത്സാ പിഴവിൽ ഇന്ന് കുട്ടിയുടെ കുടുംബത്തിന് മൊഴിയെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 4 വയസ്സുകാരി ചികിത്സാ പിഴവിന് ഇരയായ സംഭവത്തിൽ പോലീസ് ഇന്ന് കുട്ടിയുടെ കുടുംബത്തിന് മൊഴി രേഖപ്പെടുത്തിയേക്കും. കുടുംബത്തിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ ഇന്നലെ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആഭ്യന്തര അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയ്ക്ക് 2 കോടി രൂപ അനുവദിച്ച് സർക്കാർ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കെ ലോക കേരള സഭയ്ക്കായി സർക്കാർ 2 കോടി രൂപ അനുവദിച്ചു. ലോക കേരള സഭ ദൂർത്താണെന്ന് പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെയാണ് സഭയുടെ 4ാം സമ്മേളനത്തിനായി സർക്കാർ 2 കോടി രൂപ അനുവദിച്ചത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ 182 പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്.